നമ്മള് വിമാനത്തില്. തത്തില് ഇങ്ങനെ അത് അത് ഇത് എന്തുള്ളതെന്ന് എനിക്കറിയാ. ഇതിന്റെ മുകളിൽ ആഹാരം വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ തിന്നണത്. മക്കളിൽ വരത്തില്ല. ഇവിടെ വെച്ചോളൂ. കൈ കൊണ്ട് തിന്നാൻ പാടില്ല. ആ കത്തി പോക്കോട് വെച്ചോളൂ തിന്നാൻ. അല്ലെങ്കിൽ നമ്മൾ വല്ല അലവലാധികം മറ്റുള്ളവർ വിചാരിക്കില്ലേ? നോക്കിത്തരാം. സാറേ സാറേ, ഈ മൂത്രം ഒഴിക്കുന്ന സ്ഥലം എവിടെയാ? പിന്നില്ല. യു ജപ്പാൻ, ഐ ഇന്ത്യ. എന്താ വേണ്ടത്? സാറ് മലയാളിയാണ്. അതെ, ആശ്വാസായി. അല്ല പക്ഷേ പിന്നെ ഈ മൂത്ത് വയ്ക്കുന്ന സ്ഥലം എവിടെയാ? ഇതാ നല്ല സ്ഥലം. കയറിക്കോളൂ. എനിക്കല്ല, പിന്നെ ഞങ്ങളുടെ കൂടെ 2 പെങ്കിടാങ്ങളുണ്ടേ. നിങ്ങൾ അവിടെ പോകുന്നു? ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോകുന്നുണ്ട്. ഇപ്പൊ ഹോങ്കോങ്ങിലേക്കാ. അല്ല സാറിന്റെ നാട് എവിടെയാ? നാടെന്ന് പറഞ്ഞാൽ 10-30 വർഷമായിട്ട് ജപ്പാനിലാണ്. ഞങ്ങൾ അങ്ങനെ മരുന്നുണ്ട്. നമുക്ക് സംസാരിക്കാം. ഞങ്ങൾക്ക് ആങ്ങളെ ഇങ്ങനെ വിട്ടിട്ട് വേഗം വരാട്ടോ. എന്തിനാണ് കിടക്കുന്നു? നമുക്കിത് പൊക്കാവിടാ. എടാ അവിടെ പറഞ്ഞ കുഴപ്പമാടാ. നീ ചുമയില്ല. Attention please. All passengers kindly fasten your seat belts. Within few minutes, we are landing at the Hong Kong International Airport. ജപ്പാനിലേക്കെന്നല്ലേ പറഞ്ഞേ? അതെ. പിന്നെ നിനപ്പോ ഹോങ്കോങ്ങിൽ ഇറങ്ങി? ഞാനൊരു ട്രാൻസിറ്റ് പാസഞ്ചറാണ്. നമ്മൾ വന്ന വിമാനത്തിൽ തന്നെ ഞാൻ ടോക്കിയോയിലേക്ക് പോകും. അപ്പോൾ ഞങ്ങൾ ജപ്പാനിൽ വന്നാൽ സാറിന് അവിടെ കാണാം. എന്റെ കാർഡ്. എന്റെ ഫ്ലൈറ്റ് ശരി, ഞാൻ വരട്ടെ. എനിക്ക് നമ്പിയ പിന്നെന്താടാ നിനക്ക് കണ്ണുകളിലുള്ള ശരി. നിന്റെ വയറ്റ് കിടക്കാൻ ലഹരിയൊക്കെ നടക്കട്ടെ. എങ്ങനെ കാട്ടിയത് അടിച്ച് കോൺസെറ്റ് നടക്കും. നിങ്ങൾ നല്ല പണിയാ ചെയ്തത്. എല്ലാവരും പോയി ഞങ്ങൾ അവിടെ തനിച്ചാക്കിയിട്ട്. അല്ലാതെ എന്ത് ചെയ്യും? നമ്മളുടെ ഇൻസ്ട്രുമെന്റ്സും ഡിസ്ട്രിബ്യൂട്ടി എല്ലാം വണ്ടി കയറ്റണ്ടേ? ഇവിടെ പോർട്ടർമാരില്ല, നമ്മൾ തന്നെ കയറ്റണം. തള്ളിക്ക. വെള്ളം
നീ എന്തിനാ ശരി വെറുതെ പെങ്ങളാവിനെ ബുദ്ധിമുട്ടിക്കുന്നത്? വേറെ ഇഷ്ടം പോലെ സീറ്റ് ഉണ്ടല്ല, അങ്ങനെ കഴിയുമ്പോഴേ ഇവിടെ എന്താ കുഴപ്പം? കുഴി പോകും സമ്മതം. നീ ശരി വേണം. എന്താ ഇതൊക്കെ പ്ലാന്? വല്ല അസുഖം? ഈ വിമാനത്തിൽ നിന്ന് വല്ല തലകറക്കോ? തലകറങ്ങാൻ ഞാൻ കുടിച്ചിട്ടില്ലല്ലോ. അതെനിക്ക് കിട്ടുന്ന വെച്ചാണല്ലോ. ഞാൻ കുടിക്കും, അതെന്റെ ഇഷ്ടമാണ്. അതുപോലെ ഈ കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടം ഗീത. അതാ ഞാനിവിടെ വന്നത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 നിർത്ത് വണ്ടി നിർത്ത്. ഇതൊന്ന് എണ്ണി തീർക്കട്ടെ. നീ ഉറങ്ങിയോ? നോക്കണ എത്ര നിലകളാണെന്ന്. എനിക്ക് വിമാനത്തിൽ നിന്ന് കിട്ടിയ ചോക്ലേറ്റ് മുഴുവൻ തന്നു. എനിക്ക് തന്നില്ലല്ലോ. എന്നാ ഞാനങ്ങനെയല്ല. രേഖയ്ക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് കിട്ടിയ ഞാൻ തന്നില്ല. Come on, please. Excuse me. Hi, Prasad. Could you give us a quick key, please? Hello. This is Shayale. Hi, Prasad. Fine. ബോംബെയിൽ നിന്ന് മിസ്റ്റർ കാന്തിലാൽ നിങ്ങളെ ഏൽപ്പിക്കാൻ ഒരു പാഴ്സൽ തന്നയച്ചിട്ടുണ്ട്. അതെ, ഞാനിപ്പോ മോർണിംഗ് ഫ്ലൈറ്റിൽ വന്നു. ഇപ്പോ ഹോങ്കോങ് എയർപോർട്ടിലാണ് സംസാരിക്കുന്നത്. എവിടെ? പീക്ക് റെസ്റ്റോറന്റോ? അറിയാം. എന്റെ പേയ്മെന്റ് $200,000 against delivery. Okay? All right. Okay. നമ്മളിങ്ങനെ കറങ്ങി നടന്നാൽ എവിടെ ചെന്നെത്തും? നമുക്കൊരു ഷോപ്പിംഗ് സെന്ററിൽ പോകാം. വേണ്ട വേണ്ട, ആദ്യം നമുക്ക് നാട് കാണാം. രവി, എനിക്കൊരു ബാറ്റ് സീറ്റുമായി. എന്നോടാണ് പറയുന്നത്? ചിലവുള്ള കാശ് സാർ നിന്നല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത്. രാവിലെ ഒരു ബാഗ് തന്നല്ലേ. 555 എന്താ വിലയെന്നറിയാം? ഹോട്ടലിലെ പെങ്കിടാങ്ങൾ നമുക്ക് എന്നിട്ട് ആ ഒരു കാര്യം ചെയ്യും. അവിടെ ചെന്ന പെങ്ങൾ കടയിരുന്നു. എനിക്കിനി ഒരാടി നടക്കാൻ വയ്യ. നീ വരുന്നു? ഡോർ എന്നിലുണ്ടാ പറ. രവി, അവരെ വേറെ വിളിക്കുന്നു. പോട്ടെ. നിങ്ങളുടെ ഞാനുണ്ട്. ഒന്ന് മാറുന്നു മാഷെ, ഒന്ന് നിൽക്കുന്ന ഞാനുണ്ടാ നിങ്ങളുടെ കൂടെ. ശോക, ഈ ഹോങ്കോങ്ങിൽ തുണിയെടുക്കാത്ത പെങ്കിടാങ്ങളും മേല് തിരുമ്പ സ്ഥലം എവിടെയാട്ടാ? എന്തിനാ മാധവൻ മേലെ തിരുമിക്കണോ? എനിക്ക് കിളിയാവും. നീ തിരുമിച്ചോ, എനിക്ക് കണ്ടാ മതി. ഇല്ല കാണുന്നില്ലേ? അതാണ് മെസ്സേജ് പാല. താൻ കേൾക്കത്തോട്ട് പെങ്കിടാങ്ങളോട് പറഞ്ഞ് നീ ആകെ മാറ്റിക്കോ. താൻ കേൾക്കണം. എവിടെയായിരുന്നു നിങ്ങൾ? ഞങ്ങൾ പല വഴിക്കായിപ്പോയി സാർ. ആദ്യം ഇവരാ തെറ്റിച്ചത്, കൂടെ നടക്കാതെ. ആരുടെ കൂടെ? നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വരാൻ പാടില്ലായിരുന്നു. ഞാൻ പറയുന്നത് കേൾക്കും. നമ്മുടെ ഇവിടുത്തെ പ്രോഗ്രാമിന് ചെറിയൊരു മാറ്റമുണ്ട്. ഹോങ്കോങ് മലയാളി അസോസിയേഷൻ ആണ് നമ്മെ ബുക്ക് ചെയ്തത്. അവർക്ക് ഗവർണർ ഉദ്ഘാടനം ചെയ്യണമെന്ന് നിർബന്ധം. എന്നാൽ അദ്ദേഹം ടൂർ കഴിഞ്ഞ് വരാൻ ഒരാഴ്ചയാകും. അല്ല സാറേ, അപ്പൊ അതുവരെ നമ്മൾ എന്തുട്ടാ ചെയ്യാ? ജപ്പാനിലേക്ക് പോകുന്നു. തിരിച്ചു വരുമ്പോ ഇവരുടെ പ്രോഗ്രാം നടത്തി കൊടുക്കാം. മറ്റന്നാൾ 12 മണിക്കാണ് ടോക്കിയോ ഫ്ലൈറ്റ്. നിങ്ങൾ നാളെ കഴിഞ്ഞ് രാത്രി 10 മണിക്ക് മുമ്പ് റെഡി ആയിരിക്കണം. ശരി. അല്ല, നിങ്ങൾ ശാപ്പാട് പോലും കഴിച്ചോ? ഓ, ഇപ്പഴാ അന്വേഷിക്കുന്നേ? ഞങ്ങളിവിടെ തനിച്ചാക്കി ടൂർ ചുറ്റാൻ പോയപ്പോ ഓർത്തില്ലല്ലോ. അത് കൊള്ളാം. പെണ്ണുങ്ങളെ കാണിക്കാൻ കൊള്ളാത്ത സ്ഥലത്താണ് നമ്മൾ പോയത്. എന്നാച്ചാ? അങ്ങനെയൊന്നുമില്ല. നമ്മുടെ പ്രോഗ്രാം മാറ്റി. മറ്റന്നാൾ രാത്രി 10 മണിക്ക് ഫ്ലൈറ്റ്.
നിങ്ങളെ ഞാൻ കൊണ്ടുപോയി കാണിക്കാലോ. താൻ തടിച്ച വിഷമിക്കണ്ട, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം. ഏതായാലും പരിപാടി മാറ്റി വെച്ചു. പിന്നെ എന്തിനാ ഈ കോട്ട് സൂട്ടും പെറ്റി വെച്ചിരിക്കുന്നു? അതൊക്കെ ഒന്ന് ഇട്ടു നോക്കട്ടെ. അത് ശരിയാ. നാളത്തെ നമ്മൾ ഇറക്കം സ്റ്റൈലിലായിരിക്കും, ജോളിയായിട്ട്. ഏറ്റു നാളെ നമുക്ക് ഈ ഹോക്കൊക്കെ ഒരു കലക്കണം. എന്തുള്ള സാർ ഈ തോക്കൊക്കെ? നിങ്ങളെ ഉപദ്രവിക്കണമെന്ന് എനിക്ക് ഉദ്ദേശമില്ല. എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി പറയാം. ഇവിടെ ഒരു പ്രോഗ്രാമും നിങ്ങൾക്ക് വേണ്ടി നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും 2 ദിവസം കൂടി നിങ്ങൾ ഇവിടെ താമസിക്കണം. അത് കഴിഞ്ഞേ നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റൂ. അതിനിടയ്ക്ക് നിങ്ങൾ ആരെങ്കിലും പോലീസിൽ പരാതിപ്പെട്ടാൽ അകപ്പെടുന്നത് നിങ്ങളായിരിക്കും. ലക്ഷങ്ങൾ വില വരുന്ന രക്തക്കല്ലുകൾ കടത്തിക്കൊണ്ടുവന്നതിന് നിങ്ങൾ പിടിക്കപ്പെടും. ഓർത്തോളൂ. No beneficiaries in any store. Then shall we weigh and fix the price? ആദ്യം നിന്റെ വില വെച്ചേക്കേ. എടോ, ജപ്പാനിലേക്ക് കടാതെ എനിക്ക് രക്ഷപ്പെടാമെന്ന് കരുതിയോ? ഞങ്ങളെല്ലാം ഒരു സിൻഡിക്കേറ്റാണ്. പരസ്പരം വിശ്വസിച്ചാണ് കോടിക്കണക്കിന് മുതൽ മുടക്കുള്ള തൊഴിൽ ഞങ്ങൾ നടത്തുന്നത്. അതിൽ ആരും ആരെയും വഞ്ചിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ചതിച്ചവനെ വെറുതെ വിട്ടിട്ടുമില്ല. നിലയിൽ നാട്ടിലേക്ക് തിരിച്ചു ചെന്നാൽ നമ്മൾ എന്തു പറയും? അതിന് നാട്ടിലെത്തണ്ടേ? എനിക്ക് തോന്നുന്നു അവൻ നമ്മളെ ഇവിടെ ഇട്ടിട്ട് മുങ്ങിക്കിടങ്ങുന്ന. ഏയ് അതുണ്ടാവില്ല, അയാൾ വരും. എപ്പോൾ? 2 ദിവസം എന്ന് പറഞ്ഞു പോയിട്ട് ഇന്നേക്ക് 4 ആയില്ലേ? പുള്ളിക്കാരനെ കണ്ടില്ലല്ലോ. തന്ന കാശ് മുഴുവൻ തീർന്നു. ഇന്നലെ മുതൽ അത്താഴപ്പട്ടിണി. നമ്മുടെ കൂടെയുള്ള പെങ്കിടാങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. വിശപ്പാണ്ടും പെണ്ണും ഒരുപോലെയാ. ഇനി എനിക്ക് പട്ടിണക്കാൻ വയ്യ. ഏതായാലും നമുക്ക് ഹോട്ടലിലേക്ക് പോവാം. ആ പെമ്പിള്ളാരുടെ കയ്യിൽ കാശുമെല്ലാം വെച്ചോണ്ടോന്ന് നോക്കാം. വാ. നിനക്ക് അലക്കാനൊന്നുമില്ലേ? വയ്യ ചേച്ചി, വല്ലാത്ത ക്ഷീണം. എന്നാ കിടന്നുള്ളൂ. വിശപ്പടഞ്ഞു വളർന്ന എനിക്ക് ഒരു ദിവസത്തെ പട്ടിണി കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പ്ലീസ് മാഡം, പ്ലീസ്. നോ, പേ ദ ബിൽ. നമ്മളുടൻ മുറി ഒഴിഞ്ഞു കൊടുക്കണം. എന്നിട്ട് എവിടെ പോവാൻ? 2 ദിവസത്തെ വാടക ബാക്കിയുണ്ട്. അത് കൊടുത്താൽ എവിടെയും പോവാം. നീ ഇവിടുന്ന് തമാശ പറയരുത്. നോക്ക്, വാടക കൊടുത്തില്ലെങ്കിൽ അവർ നമ്മെ പോലീസിലേപ്പിക്കും. കൊടുക്കാൻ കാശ് വേണ്ടേ? ഇൻസ്റ്റോൺസ് അടക്കം നമ്മുടെ സാധനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. അതിവിടെ വെച്ചിട്ട് നമുക്ക് മുറി ഒഴിഞ്ഞു കൊടുക്കാം. എന്നിട്ട് ഇവിടുത്തെ ഭാഷ പോലും നമുക്കറിയില്ല. ആരോടൊരു സഹായം ചോദിക്കും? പരിചയമുള്ള ഒരാളെങ്കിലും ഈ നാട്ടിലുണ്ടോ? മാധവ, അന്ന് ഫ്ലൈറ്റിൽ വെച്ച് പരിചയപ്പെട്ട ഒരാളില്ലേ? അയാളുടെ അഡ്രസ് തന്റെ കയ്യിലുണ്ടോ? ഒരു കാർഡല്ലേ? അതെ, അങ്ങയുടെ ഫോൺ നമ്പർ അതിലുണ്ടായിരുന്നു. നമുക്കൊന്ന് വിളിച്ചു നോക്കാം. അതിന് തരും. അത് ഞാൻ എവിടെയാ വെച്ചത്? എന്റെ പേഴ്സിൽ. പൈസ എവിടെ? ഹോങ്കോങ്ങിൽ വെച്ച് നമ്മളൊരു ബോട്ടിൽ കയറിയില്ലേ, അപ്പൊ എന്റെ കയ്യിൽ നിന്ന് പോയി. ഇതുവരെ നിങ്ങളാരും അങ്ങനെ കുറിച്ച് അന്വേഷിച്ചില്ലല്ലോ. ഇപ്പൊ കഷ്ടം വന്നപ്പോഴേ അന്വേഷിച്ചുള്ളൂ. ഇങ്ങനെ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനത് സൂക്ഷിച്ചു വെച്ചേനെ. നമ്മൾ ഇങ്ങനെ അകപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തുണ്ടെന്ന് എനിക്കൊരു വിഷമം. നമുക്കിവിടുത്തെ പോലീസിൽ പരാതിപ്പെട്ടാലോ? അവന്റെ കൂടെ കള്ളക്കടത്തിന് നമ്മളും കൂട്ടി നിന്നോ? കരയരുത്. നമ്മളിനി എങ്ങോട്ടാ പോകുന്നത്?
Excuse me. Do you know one Miss N.K. Nambiar? I don't. See, he's settled down here for the last 35 years. Nambiar. This is Nambiar. Come on. Nambiar san, tengo desu yo. Hey,ちょっと待ってください。Hey, 私がナンビャルです。誰？ナンビアさんですか？നമ്പ്യാർ സാറല്ലേ അന്ന് പ്ലെയിനിൽ വെച്ച് കണ്ടില്ലേ ബാലെ ട്രൂപ്പ് ആ മാധവനാ മാധവൻ. ഓ, നിങ്ങൾ ജപ്പാനിലെത്തിയോ? ആ, ഏത് ഹോട്ടലാണ് താമസിക്കുന്നത്? ഞങ്ങളിപ്പോ എവിടെയാ? വിച്ച് പ്ലേസ്? അക്കാസാക്ക. അക്കാസാക്കയിലാണ്. ആ, സാറിനെ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ഞങ്ങളിവിടെ ആ, ഞാൻ അങ്ങോട്ട് വരാം. വരൂ. നോറിക്കോ, വരൂ. നോറിക്കോ, ഒക്കെയൊക്കെ സമ്മതായോ? എന്റെ ഭാര്യയാണ് നോറിക്കോ. ആ, നിങ്ങൾ എല്ലാവരും ചായ കഴിക്കില്ലേ? ഒച്ചാവോ താശിച്ചില്ലേ? ആ, നിങ്ങൾക്ക് കുളിക്കോ മറ്റോ വേണമെങ്കിൽ ആ മുറിയിലേക്ക് ചെല്ലൂ. ബാത്റൂം അവിടെ ഉണ്ട്. കുളിച്ചു മാറാൻ ഞങ്ങളുടെ സൂട്ട് കേസുള്ള ഹോട്ടലിലാണ്. ഓ, ആ, അത് നമുക്ക് എടുപ്പിക്കാം. വരൂ. Дочери самолетка? ഉക്കാസ, ഞാനിക്കോരെ ഉക്കാസ. മോളെ, അത് പിന്നെ ഒതുക്കി വെക്കാം. ആദ്യം നീ ഇവരെ കാണ്. അച്ഛന്റെ നാട്ടുകാരാണ്, നമ്മുടെ അധികം. ഹായ്. അല്ല, നമസ്കാരം. എന്റെ മകളാണ് സുമീറ. സുസുക്കി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിലാണ് ഇവർ ജോലി ചെയ്യുന്നത്. ഇന്ത്യയിലെ മാരുതി കമ്പനിയുമായി കൊളാബറേറ്റ് ചെയ്ത് കാർ ഉണ്ടാക്കുന്നത് ഈ സ്ഥാപനമാണ്. ഇവർ മലയാളംകാരാണോ? ഹായ്. അപ്പോ എനിക്ക് ഇവരോട് മലയാളം പറയാമല്ലോ. അതിനല്ലേ ഞാൻ ഇവരെ കൂട്ടിക്കൊണ്ടുവന്നത്. വരൂ, അകത്ത് പോവാം. ആ, എന്താ പേര് പറഞ്ഞത്? സുമീറ. നിങ്ങളുടെ? ഞാൻ ഗീത. ഇവൾ രേഖ. സാർ അയ്യനയിലുണ്ടായിരുന്നോ? എന്താ അങ്ങനെ അല്ല, ചോദിച്ചാൽ? ഇവിടെ സുഭാഷ് ചന്ദ്രബോസിന്റെ ചിത്രം മാത്രം കണ്ടുകൊണ്ടാണ്. യു ആർ റൈറ്റ്. ബ്രിട്ടീഷുകാർക്കെതിരെ ജപ്പാൻ സൈന്യത്തോടൊപ്പം ചേർന്ന് പടവെട്ടിയ ഇന്ത്യൻ ദേശീയ സേനയിലെ ഒരു സാധാരണ ഭടനായിരുന്നു ഞാൻ.